ഗൈസേ ഇന്നിവിടെ ഇല്ലേ നേപ്പാളിലെ കുറച്ച് യൂത്തിൻ്റെ ഒരു ഗ്യാതറിംഗ് ഉണ്ട്. അപ്പോൾ അവരെന്തൊക്കെ വെക്കുന്നുണ്ട്. നേപ്പാളിൽ എന്തോ സ്പെഷ്യൽ ഡിഷാണെന്നാണ് പറഞ്ഞ്. നല്ല മണം വന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലാ? ഞാൻ നോക്കിയിട്ട് വരാട്ടാ. മണം പിടിച്ച് ഞാൻ അടുക്കളയിൽ എത്തിയിട്ട് അപ്പം കണ്ട കാഴ്ച അവർ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നതാണ്. നേപ്പാളിലെ ബിരിയാണി ആയിരുന്നു അവർ ഉദ്ദേശിച്ച സ്പെഷ്യൽ ഡിഷ്. പക്ഷെ എൻ്റെ പൊന്നോ, അവർ ആ ബിരിയാണി കിടന്ന് കാണിക്കണം കണ്ടിട്ടില്ലേ? വായിൽ വെള്ളം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒമ്പോ, അതൊരു കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ. അവിടുത്തെ പ്രത്യേക മസാലക്കൂട്ടുകളുടെ ഇല്ലേ ഒരു പ്രത്യേക മണം തന്നെയായിരുന്നു ആ ബിരിയാണിക്ക്. ഞാൻ ആ മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് അന്വേഷിച്ച് അത് പഠിച്ചെടുക്കാൻ പറ്റുമോ നോക്കിയെങ്കിലും എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല കേട്ടോ. ഓരോ സാധനങ്ങളുടെ പേരും ഓരോ ഐറ്റംസും ഒരുപാടുണ്ട്. അവർ പറയുന്ന ആരോഗ്യത്തിനൊക്കെ ഉപകാരപ്പെടുന്ന കുറേ മസാലക്കൂട്ടുകൾ അവർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടെന്നാണ്. ചിക്കനൊക്കെ ഇല്ലേ ഇങ്ങനെ ബിരിയാണിയിൽ ഒട്ടഞ്ഞ് കിടക്കായിരുന്നു. ആ ഒട്ടഞ്ഞ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ആ റൈസ് കഴിക്കാനില്ലേ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ആ ചിക്കൻ ബിരിയാണിയിലുള്ളത് കൂടാതെ വേറെ ചിക്കൻ്റെ ഒരു ചാറും അതിനകത്ത് കുറച്ച് കഷ്ണങ്ങളുമായിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു പുഴുങ്ങിയ പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ റൈസ് മാത്രം മതിയായിരുന്നു നമുക്ക് ഒരു കലം ചോറിന്. ഇതങ്ങനെ ഷോപ്പുകളിലൊന്നും അവൈലബിൾ അല്ല കേട്ടോ. ഇത് ഇവർ ട്രഡീഷണലായിട്ട് അവനവരുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയില്ലേ ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം അങ്ങോട്ട് കഴിച്ച് ഭയങ്കര രസമായിരുന്നു. കഴിച്ചത് വെറുതെ പറയല്ല, ഉഫ് അടിപൊളിയായിരുന്നു. അങ്ങനെ പുതിയ യാത്രകളും രുചികളുമായിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പം നേപ്പാളിലെ കാഴ്ചകൾ ഇനിയും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.